ദൈവത്തെ അനുസരിക്കാതെ, ദൈവവചനത്തെ അംഗീകരിക്കാതെ, ദൈവത്തെ കീഴ്പ്പെടാതെ ഈ ലോകത്തിൽ ചിലതൊന്നും ചെയ്യുവാൻ കഴിയപ്പെടത്തില്ല. ഇന്നലെ വരെയും ഒരുപക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മയുടെ മധ്യത്തിൽ നിങ്ങൾ ചെയ്തതിലൊക്കെ ദൈവം അദൃശ്യവാനായിട്ട് നിങ്ങളെ കൂടെ ഇരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ നിനക്ക് ദൈവം പുതിയത് തുടങ്ങാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അവസരം നൽകുന്നു എങ്കിൽ നീ പ്രാർത്ഥനയോടുകൂടി, ദൈവത്തിന്റെ അനുവാദത്തോടുകൂടി, ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി ആരംഭിക്കുവാൻ മറക്കരുത്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായി ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഇവിടെ യെരിഹോവിൽ ഒരു കുരുടൻ, അദ്ദേഹത്തെ കുറിച്ചാണ് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടു കൂടി യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവൻ യെരിഹോവിലെത്തി. എന്താ യെരിഹോവിനെ കുറിച്ച് ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം? യെരിഹോ ശപിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു. ഒരു ശാപം ഏത് വിധത്തിൽ വന്ന് കയറിയെന്ന് അറിയാൻ പാടില്ല. എങ്ങനെയോ ഒരു ശാപം വന്ന് കയറി. നിങ്ങൾ ചിലരൊക്കെ പറയത്തില്ല, ഇത് ശാപം പിടിച്ച വീടാ, ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ആകെ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് വീട് പോയി എത്രയോ പേർ മാറി താമസിക്കുന്നു, എത്രയോ പേർ വീട് അടച്ചിട്ടിരിക്കുന്നു, എത്രയോ പേർ വാടക വീടുകൾ മാറി 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 പൊയ്ക്കൊണ്ടിരിക്കുന്നു. യെരിഹോ ശപിക്കപ്പെട്ട ഒരു പട്ടണമാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആ ശാപത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ചില വസ്തുക്കളുടെ മേൽ ശാപമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചില ഭവനങ്ങളുടെ മേൽ ശാപമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം: ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടെ ഇരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. യോശുവയുടെ കാലത്ത് യെരിഹോവിൻ്റെ മേലൊരു ശാപം കടന്നു വന്നു. ഇവരെ പ്രാർത്ഥനകളും ആരാധനകളൊന്നും അംഗീകരിക്കാത്തത് കൊണ്ട് ഒരു ദൈവദാസനിലൂടെ ഒരു ശാപം കടന്നു വരികയാണ്. ഒരു ദൈവദാസനിലൂടെ അവിടെ മേൽ ആമേൻ ഒരു ദോഷം അവിടേക്ക് കടന്നു വരുന്നു. എന്നാൽ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ എന്താണ് ആ ശാപമെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരിക്കുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്: ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് അവർക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച സമയത്തിലേക്ക് ആ പ്രദേശത്തെ പട്ടണത്തെ യോശുവ പിടിച്ചടക്കുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു. ഇതാണ് ശാപം: ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമിടും. ബേസ്മെൻറ്റിൻ്റെ പണി നടക്കുമ്പോൾ ഒരു മരണം നടക്കും. ഞാൻ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അറിയും, വീട് പണി തുടങ്ങിയപ്പോൾ മരണം സംഭവിച്ചത്, വീട്ടിൽ കയറി താമസിച്ചപ്പോൾ മരണം സംഭവിച്ചത്. ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ ഞാൻ. ഇവിടെ അതിനോട് സാമ്യപ്പെടുത്തക്ക വിധത്തിൽ ഒരു പട്ടണത്തിൻ്റെ മേലൊരു ശാപം കിടക്കുകയാണ്. ബേസ്മെൻ്റ് ഇടുമ്പോൾ മരണം സംഭവിക്കും, ചെയ്യരുതെന്നാണ് അർത്ഥം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട് വയ്ക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പട്ടണം പണിയണ്ടേ? അതിനെന്തായിരിക്കും വഴി? പക്ഷേ ഈ ശാപത്തെ, ആ വസ്തുവിൻ്റെ മേലുള്ള അവകാശത്തെ നമ്മൾ തിരിച്ചറിയണം. ആ കാലഘട്ടത്തിൽ ആ പട്ടണത്തിൻ്റെ മേലൊരു ശാപം വന്നപ്പോൾ കർത്താവ് പറഞ്ഞത്, അവൻ അതിൻ്റെ അടിസ്ഥാനമിടും, അവൻ്റെ മൂത്ത മകൻ നഷ്ടപ്പെടും. അടുത്ത് അതിൻ്റെ കതക്
തൊടുക്കുമ്പോൾ ഇളയവനും നഷ്ടപ്പെടും. തീർന്നില്ല. ബേസ്മെന്റ് പേ ചെയ്തു, മരണം സംഭവിച്ചു. മരണം സംഭവിച്ചതിന് ശേഷം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും അടുത്ത പണി അങ്ങോട്ട് ആരംഭിച്ചു. വീടിൻ്റെ കതക് തൂക്കുന്ന സമയത്തിൽ രണ്ടാമത് വീണ്ടും മരണം നടക്കും. ഇതിൻ്റെ മേലൊരു ശാപമുണ്ട്. ഈ ശാപം തീർക്കാതെ, ഈ ശാപത്തിനൊരു പരിഹാരം വരുത്താതെ നീ ഇവിടെ പണിയരുത്. അതാണ് കുറ്റിയടിക്കുന്നതിന് പകരമായിട്ട് കല്ലിടിയിൽ എന്ന് പറയപ്പെടുന്ന ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാതിനിധ്യം ബൈബിൾ കൊടുത്തിരിക്കുന്നത്. ചുമ്മാ ഓടിച്ചെന്ന് നീ ചന്തയിൽ പോകും പോലെ ചെന്ന് വെട്ടി നുറുക്കിയതല്ല. അത് മരണകാലം വരെ നിനക്ക് അവിടെ താമസിക്കാനുള്ളതാണ്. നിന്റെ ഐശ്വര്യവും അനുഗ്രഹവും നന്മയും അവിടെ സംഭവിക്കേണ്ടതാണ്. അവിടെ ഏതെങ്കിലും വിധത്തിലല്ല വീട് പണി ആരംഭിക്കേണ്ടത്. പണി ആരംഭിക്കുമ്പോൾ ആരംഭിക്കേണ്ടുന്ന വിധത്തിൽ പ്രാർത്ഥനക്കാരനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സമർപ്പിച്ച് അതിൻ്റെ മേൽ എന്തെങ്കിലും ശാപങ്ങളോ ദോഷങ്ങളോ ഉണ്ട് എങ്കിൽ അതെല്ലാം ശാസിച്ച് മാറ്റിയതിന് ശേഷം ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ ആമീന ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി ആ ക്രിസ്തുവാകുന്ന സാന്നിധ്യത്തെ നമ്മൾ അതിലേക്ക് ക്ഷണിച്ചു വരുത്തി ആമീൻ ഒരു വിശുദ്ധീകരണം നടന്നതിന് ശേഷമാണ് അവിടെ പണി ആരംഭിക്കേണ്ടത്. എന്നാൽ യോശുവ ഇത് വെളിപ്പെടുത്തി ഈ വസ്തുവിൻ്റെ മേലൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ അംഗീകരിക്കാതെ ഒരു രാജാവ് പണി ആരംഭിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്തിൽ 1 രാജാക്കന്മാർ 16-ാം അധ്യായം 34, അവൻ്റെ കാലത്ത് ബഥേന്യനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വച്ചപ്പോൾ ശഗൂബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. 2 മക്കൾ മരിച്ചു. ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഹങ്കാരം ഉപയോഗിച്ച് അനുസരണക്കേട് കാണിച്ചു. എൻ്റെ പണം, എൻ്റെ പദവി, എൻ്റെ ധൈര്യം, എൻ്റെ സ്ഥാനമാനങ്ങൾ, എൻ്റെ അംഗീകാരങ്ങൾ. ഞാനിപ്പോൾ ഒരു പ്രാർത്ഥനക്കാരനെ വിളിച്ച് പ്രാർത്ഥിക്കാതെ ഒരു വീട് വെച്ചാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പം വരുമില്ലേ നോക്കട്ടെ. ഇവരൊക്കെ ചുമ്മാ പറയുന്നേന്നേ, അതിലൊന്നും കാര്യമില്ലെന്നേ, ഞാനിപ്പോൾ പണിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അതിന് അടിസ്ഥാനമിട്ടപ്പോൾ 1-ാമത്തെ മകൻ മരിച്ചു. എന്നിട്ട് നിർത്തിയില്ല. മരണമൊക്കെ സ്വാഭാവികമാണ്, സാധാരണയായിട്ട് സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യകതയില്ല, ഞാൻ ഇനിയും പണിയും. അവൻ വീണ്ടും അതിനെ പണിത് കട്ടളയെടുത്ത് വയ്ക്കേണ്ട സ്ഥലത്ത് അവൻ സ്ഥാപിച്ചപ്പോൾ 2-ാമത്തെ മകനും മരിച്ചു. അന്ന് അവന് മനസ്സിലായി, ദൈവത്തെ അനുസരിക്കാതെ, ദൈവവചനത്തെ അംഗീകരിക്കാതെ, ദൈവത്തെ കീഴ്പ്പെടാതെ ഈ ലോകത്തിൽ ചിലതൊന്നും ചെയ്യുവാൻ കഴിയപ്പെടത്തില്ല. അവൻ കൂടെ ഉണ്ടെങ്കിലേ ചിലത് പൂർത്തീകരിക്കുവാൻ കഴിയപ്പെടത്തേയുള്ളൂ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവം കൂടെയില്ലാതെ ചിലത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ചിലത് പൂർണ്ണതയിലേക്ക് ചെന്നെത്തുവാൻ കഴിയപ്പെടത്തേയില്ല. ഇന്നലെ വരെയും ഒരുപക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മയുടെ മധ്യത്തിൽ നിങ്ങൾ ചെയ്തതിലൊക്കെ ദൈവം അദൃശ്യവാനായിട്ട് നിങ്ങളെ കൂടെ ഇരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ നിനക്ക് ദൈവം പുതിയത് തുടങ്ങാൻ ഒരു വീട് പണി ആരംഭിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അവസരം നൽകുന്നു എങ്കിൽ നീ പ്രാർത്ഥനയോടുകൂടി, ദൈവത്തിന്റെ അനുവാദത്തോടുകൂടി, ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി ആരംഭിക്കുവാൻ മറക്കരുത്. സ്തോത്രം. പക്ഷെ ഒരു ചെറിയ സംരംഭമായിരിക്കും, പക്ഷെ എങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി ചെയ്യണം. ഇവിടെ നീ ചെയ്യരുത് എന്ന് പറഞ്ഞിടത്ത് അതിനൊരു തീർപ്പ് കൽപ്പിക്കാതെ, അതിനൊരു പരിഹാരം വരുത്താതെ മറ്റൊരാൾ ചെയ്തപ്പോൾ ആ ശാപം പരിണമിച്ചു. എന്നാൽ ഉള്ള കാലം യെരിഹോവിൽ പണിയാതിരിക്കാൻ പറ്റുമോ? അത് തീർക്കണ്ടേ? ആ ദോഷങ്ങൾ മാറണ്ടേ? ആ തടസ്സങ്ങൾ മാറണ്ടേ? സ്വർഗത്തിലെ കർത്താവ് യേശു കർത്താവാകുന്ന മൂലക്കല്ല് പുതിയ നിയമത്തിലേക്ക് ഈ യെരിഹോവിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതേ തീരുമാനിച്ചു. അതാണ് നമ്മൾ വായിച്ചത്. അവൻ യെരിഹോവിലെത്തി. ഇപ്പോ യെരിഹോവിലേതായിട്ടുള്ള ആ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് എല്ലാവർക്കും അവിടെ പോകാൻ പേടിയാണ്. യെരിഹോവിലെ ഒരു നമ്മാട്ടിയെടുത്ത് വെട്ടാൻ എല്ലാവർക്കും പേടിയാണ്. ഒരു കൺസ്ട്രക്ഷനും അവർക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല. കാരണം അനേകർ ഇത് അനുഭവിച്ചു. ആകയാൽ എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെ
കിടക്കണം എന്നാഗ്രഹിക്കുന്ന അനുഭവത്തിലല്ല. ഇതിനൊരു മാറ്റം വരണം എന്നുള്ളത് വളരെ 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 അത്യന്താപേക്ഷിതമായിരിക്കുന്ന അനുഭവമായിരിക്കുന്നു. ഏലിയാവിൻ്റെ കാലഘട്ടത്തിലും അത് തന്നെയാണ്, എലീശായുടെ കാലഘട്ടത്തിലൊക്കെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനെ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അവനെ അവിടെ നിന്ന്. അതിൻ്റെ മുമ്പിലത്തെ വാക്യത്തിൽ 5-ാം വാക്യത്തിൽ കാണാൻ കഴിയും, ദൈവം എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. അതിനകത്തൊരു വാക്യമുണ്ട്, ദൈവം എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് യെരിഹോവിലേക്ക്? ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കി. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 15 മുതൽ. യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്നോ. അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണോ. അവനോട്, ഇതാ അടിയങ്ങളോടുകൂടി 50 ബലശാലികളുണ്ട്. അവൻ ചെന്ന് നിന്റെ യജമാനനെ അന്വേഷിക്കട്ടെ. പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു. അതായത് അടുത്ത യെരിഹോവിലാണ് എലീശാ പ്രവാചകൻ അഭിഷേക കൈമാറ്റം പ്രാപിച്ചെടുക്കുന്നത്. യോർദാനിൽ നിന്ന് പ്രാപിച്ചെടുത്തിട്ട് അടുത്ത യെരിഹോവിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞാൽ, അവിടുത്തെ വെള്ളം മുഴുവനും നാശമായിട്ടിരിക്കുന്നു. ആ പ്രദേശം മുഴുവൻ ഗർഭനാശത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ഒത്തിരി വ്യക്തികളിൽ, എരിഹോവിലുള്ള വ്യക്തികളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, പക്ഷേ മുതിർന്ന് കിട്ടുന്നില്ല, അബോഷനായി പോകുന്നു, ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ടായി പോകുന്നു. ജനിച്ച കുഞ്ഞുങ്ങൾ തന്നെ മരിച്ചു പോകുന്നു. ഇങ്ങനെ ശാപം പിടിച്ച ആ പട്ടണത്തിൻ്റെ മധ്യത്തിലേക്ക് സ്തോത്രം ഇതാ ഒരു അനുസരണക്കേടുകൂടെ കാണിക്കുകയാണ് ദൈവം. യെരിഹോവിൽ നിന്ന് സ്തോത്രം തൻ്റെ ഭക്തനായിരിക്കുന്ന ഏലിയാവിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ബലശാലികളായിരിക്കുന്ന 50 പേര് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ ഈ ദൈവദാസനെ ഇവിടെ എവിടെയെങ്കിലും അവൻ്റെ ഡെഡ് ബോഡിയെങ്കിലും കിട്ടുപോയില്ലേ എന്ന് നോക്കട്ടെ. ഒന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു വേണ്ട, അവർ പറഞ്ഞു വേണം. അനുസരണക്കേട്. അവർ പോയി യെരിഹോവിൽ മുഴുവനും തപ്പിയിട്ട് ഒരിടത്തുനിന്നും ഏലിയാവിൻ്റെതായിട്ടുള്ള ഡെഡ് ബോഡി കിട്ടിയില്ല. കാരണം ദൈവം ഡയറക്റ്റ് എടുത്തുകൊണ്ട് പോയതായിരുന്നു ഏലിയാവിനെ. ആകയാൽ ശപിക്കപ്പെട്ട ഒരു പട്ടണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ശാപം പിടിച്ചിരിക്കുന്ന പട്ടണമായിരിക്കുന്നു. വെള്ളം പഥ്യമല്ലാത്ത പട്ടണമായിരിക്കുന്നു. ദേശം ശാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന പട്ടണമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന യെരിഹോവിലേക്കാണ് ഇതാ നസ്രത്തുകാരനായിരിക്കുന്ന യേശു കർത്താവ് കടന്നു വരപ്പെടുന്നത്. ഇന്ന് പകൽ സമയം എത്ര ശാപം പിടിച്ച പട്ടണമെന്ന് പറഞ്ഞാലും യേശു കർത്താവ് താൻ കടന്നു വന്ന് കാൽ ചവിട്ടിയാൽ അതൊരു അനുഗ്രഹമായി തീരും. മനുഷ്യരായവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. എൻ്റെ നാഥൻ അവിടേക്ക് കടന്നു വരുന്നുവെങ്കിൽ, എൻ്റെ കർത്താവ് അവിടേക്ക് കടന്നു വരുന്നുവെങ്കിൽ, ആ ശാപത്തെ മാറ്റിയിട്ട്, ആ ബന്ധനത്തെ മാറ്റിയിട്ട്, ആ കുരുക്കിനെ മാറ്റിയിട്ട്, ആ സ്വർഗത്തിലെ ദൈവം ആ പട്ടണത്തെ അനുഗ്രഹിക്കുവാൻ, ആ വസ്തുവിനെ അനുഗ്രഹിക്കുവാൻ, ആ പ്രദേശത്തെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. ഗർഭനാശം പിടിച്ച പട്ടണം, കള്ളന്മാരും കൊള്ളക്കാരും മാത്രം അധിവസിക്കുന്ന പട്ടണം. നിങ്ങൾക്കറിയാമല്ലോ, യെരൂശലേമിൽ നിന്ന് ഒരുവൻ യെരിഹോവിലേക്ക് കടന്നുപോയപ്പോൾ കള്ളന്മാരുടെ പിടിയിലകപ്പെട്ടു. എന്ന് വെച്ചാൽ കള്ളന്മാർ കൂട്ടമായി താമസിക്കുന്ന പട്ടണമാണ് യെരിഹോ. ഇവിടെ ഇതാ കുറെ കുരുടന്മാരും പിച്ചക്കാരും മാത്രം. ഒരൊറ്റ വ്യക്തി പോലും അവിടെ നിന്ന് രക്ഷപ്പെടത്തില്ല. ഒറ്റ വ്യക്തി പോലും സാമ്പത്തികമായോ മാനസികമായോ വിദ്യാഭ്യാസപരമായോ ആത്മീകമായോ മുന്നേറാത്ത ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് നസ്രത്തുകാരനായിരിക്കുന്ന യേശു കർത്താവ് താനിതാ കടന്നു പോകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അവിടെ വായിച്ചത് എങ്ങനെയാണ്? അവൻ യെരിഹോവിലെത്തി. ഇപ്പോൾ ആരും പോകാത്തിടത്ത് ആര് പോയി? യേശു പോയി. നിന്റെ വീട് ശപിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അവിടെ യേശു വന്ന് കാല് ചവിട്ടിക്കഴിഞ്ഞാൽ ആ ശാപം അനുഗ്രഹമാകും. ഇതാ കുരുടന്മാർ മാത്രമുള്ള, ഭിക്ഷക്കാർ മാത്രമുള്ള, പിടിച്ചുപറിക്കാർ മാത്രമല്ല, കള്ളന്മാർ മാത്രമുള്ള, ഗർഭനാശം മാത്രമുള്ള, പ്രൈസ് ദി ലോർഡ്, ശുദ്ധജലം നല്ലായിട്ട് ഇല്ലാണ്ടിരിക്കുന്ന, ആരും പോകാൻ മടിക്കുന്ന ആ യെരിഹോവിലേക്ക് ആരും വിളിക്കാതെ യേശു കർത്താവ് താൻ കടന്നു പോകുകയാണ്. എന്തിനാണ്? പിതാവായ ദൈവ യോശുവയുടെ കാലഘട്ടത്തിൽ കടന്നു വന്ന ഒരു ശാപത്തെ പൊട്ടിക്കുവാൻ വേണ്ടിയിട്ട് നാസ്രത്തുകാരനായിരിക്കുന്ന യേശുവിനെ ആ പട്ടണത്തിലേക്ക് അയക്കുന്നു. യേശു കർത്താവ് ആ ശാപത്തെ പൊട്ടിക്കുവാൻ എന്ന് പറഞ്ഞാൽ, ഇനി ഇവിടെ വീട് പണിയണം, ഇനി ഈ പട്ടണം പണിയണം, ഇവിടെ ഇനി കട്ടള വയ്ക്കണം, ഇവിടെ ഇനി മൂലക്കല്ല് സ്ഥാപിക്കണം, ഇവിടെ ഇനി ബേസ്മെന്റ് ഉണ്ടാകണം
ഇതിന് വേണ്ടിയിട്ട് അതിന് തൊട്ട് മുന്നോടിയായിട്ട് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന കൃത്യത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന യേശു കർത്താവ് താൻ ഇതാ ആ പട്ടണത്തിലേക്ക് നേരെ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന സമയത്തിൽ ഒരു ചരിത്രം കൂടെ, രാഹാബ് എന്ന വേശ്യയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. അതെന്തിനാ? ഈ യെരിഹോ പട്ടണം പിടിച്ചെടുക്കുന്ന സമയത്തിൽ ഒരു കുടുംബം ദൈവദാസന്മാരുടെ ഒപ്പം നിന്നു. അവളുടെ പേര് ഞാൻ ആദ്യം വായിച്ചതാണ്, രാഹാബ് എന്ന വേശ്യ. യോശുവയുടെ പുസ്തകത്തിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ആ സ്ത്രീയെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചോ. എന്തിനാ? ദൈവിക പദ്ധതിയിൽ അവൾ ഒപ്പം നിന്നിരുന്നു. മറ്റാരും അവളുടെ കൂടെ നിൽക്കപ്പെടാണ്ടിരുന്ന സമയത്തിലേക്ക് സ്തോത്രം, ദൈവിക പദ്ധതിയിൽ സ്തോത്രം പൂർണ്ണമായിട്ട് നിന്ന ഒരു സ്ത്രീ ആയിരുന്നു രാഹാബ് എന്ന വേശ്യാസ്ത്രീ. ആ സ്ത്രീയെ മാത്രം രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു. ഇന്ന് പകൽ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു കൊള്ളപ്പെടട്ടെ, നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ദൈവിക പദ്ധതിയിൽ ഒപ്പം നിൽക്കുന്നുവെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ രാജ്യത്തെ ഒറ്റുനോക്കിയ 2 പുരുഷന്മാരോട് യോശുവ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവർ ഈ പട്ടണത്തെ പിടിച്ചടക്കുവാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ദൈവനാമം സ്ഥാപിക്കുവാൻ വേണ്ടി കടന്നുപോയ സമയത്തിൽ ഈ സ്ത്രീയും കുടുംബവും ഇവർക്ക് സപ്പോർട്ട് കൊടുത്തു. ആ ശാപം അവിടെ വന്നപ്പോൾ, ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ആ കുടുംബത്തെ രക്ഷിക്കണം, ആ കുടുംബത്തെ രക്ഷിക്കണം, ആ കുടുംബത്തെ രക്ഷിക്കണം. ഇന്ന് പകൽ സമയത്തിൽ ദൈവനാമത്തിൽ ഒരു തുള്ളി തണ്ണീർ നീ കുടിക്കാൻ കൊടുത്തുവെങ്കിൽ, ഒരു ഗ്ലാസ് തണ്ണീർ നീ കുടിക്കാൻ കൊടുത്തുവെങ്കിൽ ദൈവം മറക്കത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് ദൈവദാസന്മാർക്ക് ഒരല്പം വിശ്രമിക്കാൻ ഒരു അവസരം കൊടുത്ത, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഭക്ഷിപ്പാൻ കൊടുത്ത, ദൈവത്തിൻ്റെ ദാസന്മാർക്കൊന്ന് ഫ്രഷ് ആകാൻ അവസരം കൊടുത്ത, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അഭയം കൊടുത്ത ആ ഭവനത്തെ കുറിച്ച് ദൈവം പറഞ്ഞു, അവളെ അവൾക്കുള്ളതിനെയും അവളുടെ തലമുറകളെ നീ രക്ഷിക്കണം. അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾക്ക് ഒരു അനുഗ്രഹവും കിട്ടാൻ സാധ്യതയില്ല. മ്ലേച്ഛമായി ജീവിക്കുന്ന സ്ത്രീയാണ്. അവളുടെ തൊഴിലെന്താണെന്നും ആ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മ്ലേച്ഛമായി താമസിക്കുന്ന ആ സ്ത്രീ. പക്ഷേ അവളുടേതായിട്ടുള്ള കൊള്ളരുതായ്മയുടെ മധ്യത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട്, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് അവിടെ ചുമല് കൊടുത്തോ. ഇത് ചെറിയ വേലയല്ല. ദൈവവേല എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചെറിയ കാര്യമല്ല. നീ ഒരല്പം തോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ ഒരല്പം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ഒരല്പം ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒരല്പം ഒന്ന് ആളായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, നീ അല്പം ഒന്ന് അതിനു വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും മറക്കത്തില്ല, ഒരിക്കലും നിന്നെ മറക്കത്തില്ല. വയറിറക്കി കെട്ടിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ വേൽ പ്രദേശത്ത് അധ്വാനിച്ച അനേകം ഭക്തന്മാരുടേതായിട്ടുള്ള തലമുറകളെ സകലത്തെയും ദൈവം ഈ കാലഘട്ടത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കൃപായുഗമാകൊണ്ട് അടുത്ത തലമുറകളിലേക്കല്ല. വയറിറക്കി കെട്ടിവെച്ച് ദൈവവേല ചെയ്തവർ ആ തലമുറയിൽ തന്നെ ദൈവം പറയും, തൻ്റെ ഭക്തന്മാരുടെ ശ്രേയസ്സിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ബഹുസമ്പന്നന്മാരാക്കിയതുപോലെ തന്നെ ദൈവ അടുത്ത ജനറേഷനിലേക്കല്ല, ആ ജനറേഷനിൽ തന്നെ അവരെ വർദ്ധിപ്പിച്ച്, അവരെ അനുഗ്രഹിച്ച്, അവർക്ക് ആവശ്യമുള്ള സകലം കൊടുത്തുവെങ്കിൽ നിന്റെ കയ്യടിക്ക് പ്രതിഫലമുണ്ട്, നിന്റെ പ്രാർത്ഥനകൾക്ക് പ്രതിഫലമുണ്ട്, നിങ്ങളുടെ ആരാധനകൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചെയ്യുന്ന, ചെലവിടുന്ന ഓരോന്നിനും ദൈവം നിങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക് ഫലം നൽകും. ആമേൻ. ശമ്പളമില്ലാത്ത ഒരു ജോലിയല്ല ദൈവവേല എന്ന് പറയുന്നത്. ഇവിടുന്ന് മനുഷ്യൻ നിനക്ക് ശമ്പളം തന്നില്ല എങ്കിൽ കണക്ക് തെറ്റാതെ കണക്കെഴുതി വച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം നീ ദൈവനാമത്തിന് വേണ്ടി മാറ്റിവെച്ചോ, ഒരു ദിവസം നീ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിച്ചുവോ. ആമേൻ. ഇവിടെയുള്ളവരൊക്കെ മറന്നുപോയി കാണ്. നീ കഷ്ടപ്പെട്ടത്, നീ അധ്വാനിച്ചത്, നീ ദൈവത്തിന് വേണ്ടിയിട്ട് നിന്നത് എല്ലാം മറന്നായിരിക്കും. പക്ഷേ സ്വർഗത്തിലെ ദൈവം മറന്നിട്ടില്ല. അതിനുള്ള പ്രതിഫലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായിട്ട് നൽകൂ. ദൈവം അതിനുള്ള പ്രതിഫലം
നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നൽകി അനുഗ്രഹിക്കും. ആ വേശ്യയായ കുടുംബത്തെ മാത്രം പോയിട്ട് ബാക്കിയെല്ലാം ശാപത്തിലേക്ക് പോയപ്പോൾ ഈ ശാപത്തെ പൊട്ടിക്കുവാൻ യേശു കർത്താവ് അവിടേക്ക് പോയി. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 46 മുതൽ വായിക്കുമ്പോൾ, പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോട് എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായി ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ നിന്നിരുന്നു. നസ്രനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യോശുവ നിന്നോ, അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. കുരുടനെ വിളിച്ചു. കൂടെ വന്നവരെല്ലാവരും അവനെ എതിർത്തു. പോകരുത്, ചെയ്യരുത്, വിളിക്കരുത്. കാരണം അതിനൊരു ചരിത്രമുണ്ട്. കാരണം ഈ പിച്ചക്കാരന്മാരുടെ ഏരിയയാണ് എരിഹോ. അവിടെ എല്ലാം ആ കേസുകളാണ്. കാരണം ശാപിക്കപ്പെട്ട പട്ടണം, ഒറ്റയെണ്ണം രക്ഷപ്പെടൂല. എല്ലാം പിടിച്ചുപറിക്കാരന്മാരും കള്ളന്മാരും കൊള്ളക്കാരും പിച്ചക്കാരും കുരുടന്മാരും ഒക്കെയാണ്. യേശു കർത്താവ് ഇതാ പോകുന്ന പോക്ക് എന്തിനാണെന്നുള്ളത് സ്തോത്രം ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. അമ്മ വിചാരിച്ചു ചുമ്മാ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കർത്താവ് ഒരു എക്സസൈസ് നടക്കാൻ പോണ പോക്കെന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല. താൻ ഓരോ ഭാഗത്ത് കാല് ചവിട്ടുമ്പോഴും ആ പട്ടണത്തിൻ്റെ ശാപം പൊട്ടുകയാണെന്നുള്ളത് ശിഷ്യന്മാരൊന്നും അറിഞ്ഞില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ കുറേ പേര് നടക്കുകയാണ്. അവരാണ് ഈ കുരുടനെ മുമ്പിൽ വരാൻ അനുവദിക്കാത്തത്. അവരെക്കുറിച്ച് യൂദായുടെ ലേഖനത്തിനകത്ത് വ്യക്തമായിട്ട്, ആരാണ് ഈ രോഗിക്ക് സൗഖ്യം നിഷേധിച്ച പുള്ളികൾ, ഈ രോഗശാന്തിക്ക് തടസ്സമായിട്ട് നിന്ന പുള്ളികൾ ആരാന്ന് യൂദായുടെ ലേഖനത്തിനകത്തുണ്ട്. ആ ലേഖനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ യൂദായുടെ ലേഖനം 8-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന സമയത്തിൽ, അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ ത്യജിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. കുറെ ദുഷിക്കുന്ന പുള്ളികൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ കൂടെ എന്നേ പറയാൻ പറ്റില്ല, കർത്താവിൻ്റെ മുമ്പേ നടക്കുകയാണ്. ഞങ്ങൾ യേശുവിനേക്കാളും മുമ്പേ എത്തുന്ന പുള്ളികളാണ്, ഞങ്ങൾ യേശുവിനേക്കാളും വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അവർ ഏറ്റവും മുൻപേ പോകുന്നു. അവരാണ് ദാവീദ് പുത്ര എന്നോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനെ ശാസിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച വിഭാഗങ്ങൾ. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ മഹിമകളെ, അതായത് കർത്തൃത്വത്തെ, അഥവാ ഒരുവൻ്റെ മേലുള്ള അധികാരം, കർത്തൃത്വം എന്ന് പറഞ്ഞാൽ തലയിൽ കൈവച്ച് അത് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയപ്പെടുന്നത്. മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്ന വിഭാഗം. എന്നാൽ പ്രധാന ദൂതനായ മീഖാൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ, ഒരു ദുർവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ മീഖായിൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട്, അപ്പം മോശ എന്ന ദൈവദാസനെ കുറിച്ച് പിശാചി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നാക്കെടുക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദൂതൻ മീഖായിൽ വന്ന് ശാസിച്ചു. ദൈവദാസന്മാർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ് ദൈവം. ശാസിച്ചു. ഒരിക്കൽ മോശയ്ക്ക് വിപരീതമായിട്ട് സംസാരിച്ച സമയത്തിൽ അവിടെയും ദൈവം മിരിയാമിനെ കുഷ്ഠരോഗിയാക്കി, തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന വിധങ്ങൾ. എന്നാൽ അടുത്തെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇവരോ, അപ്പോൾ അങ്ങനെ അവിടെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്ന് ദൈവം പറഞ്ഞിട്ട് 10-ാം വാക്യം എഴുതിയിരിക്കുന്നു, ഇവരോ, ആര്? ഈ മുന്നടക്കാരെന്നർ, ഈ ദുഷിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ഇവരോ തങ്ങളറിയാത്തതെല്ലാം ദുഷിക്കുന്നു, അറിയൂടാത്ത എല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവരാകയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. സ്വന്തമായിട്ട് അവർ വഷളാക്കുന്നു. അവർ കയ്യോ കഷ്ടം, അവർ കൈയിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. കൈയിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താ? കൈയിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഹാബേൽ നന്നായിട്ട് ആത്മാവിൽ ആരാധിച്ചു. കായീന് ഒരു സഹിക്കാൻ പറ്റില്ല. അവൻ്റെ ആട്ടവും പാട്ടവും കയ്യടിയും പ്രാർത്ഥനയും സഹിക്കാൻ വയ്യ. മുറിവി ലാസ്റ്റിൽ ഗതിയില്ല എന്ന് കണ്ടപ്പോൾ ഒരു കമ്പെടുത്ത് ഒരൊറ്റ അടി തലയ്ക്ക്. എന്തിനാ? നീ മരിച്ചാലും കുഴപ്പമില്ല, നീ ആരാധിക്കരുത്. അപ്പോൾ ദൈവം പറയുന്നത്, മുന്നടക്കാരെന്ന് പറയുന്നവരും യേശു കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഒരു കുരുടൻ ചെന്ന് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവനെ ചെറുത്ത, അവനെ തടസ്സപ്പെടുത്തിയ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കായീൻ്റെ തലമുറക്കാരാണ്. ആരാധന ഇഷ്ടപ്പെടാത്തവരാണ്, പ്രാർത്ഥന ഇഷ്ടപ്പെടാത്തവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെടാത്തവരാണ്, അതിന് വിപരീതമായിട്ട് നിൽക്കുന്നവരാണ്. ഇന്ന് പകൽ സമയത്തിൽ ദൈവജനമേ, ആമേൻ, പലരും നിന്നെ ചെറുത്തിട്ടും പലരും നിന്നെ തടസ്സപ്പെടുത്തിയിട്ടും അതിലൊന്നും വീണു പോകാതെ വണ്ണം യേശു കർത്താവിൻ്റെ പുറകെ നിനക്ക് പോകാൻ മനസ്സുണ്ട് എങ്കിൽ യേശു നിന്റെ ശാപത്തെ മാറ്റും. യെരിഹോവിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമാക്കി ദൈവം മാറ്റി. യെരിഹോവിൽ അത്ഭുതങ്ങൾ നടന്നോ? യെരിഹോവിൽ
എരിഹോവിൽ വിടുതലുകൾ നടന്നോ? എരിഹോവിൽ വീര്യപ്രവൃത്തികൾ നടന്നോ? അങ്ങനെയാണ് എങ്കിൽ ഇനി കട്ടള വച്ചാൽ ദോഷം വരത്തില്ല, ഇനി ബേസ്മെന്റ് ഇട്ടാൽ ദോഷം വരത്തേയില്ല. ഇന്നലെ വരെ പിശാച് നിന്നെ ആ വിധത്തിൽ അടക്കി വാണിരുന്നുവെങ്കിൽ ക്രിസ്തു നിന്റെ വസ്തുവിൽ വന്നാൽ, ക്രിസ്തു നിന്റെ ഭവനത്തിൽ വന്നാൽ, ക്രിസ്തു നിന്റെ നാട്ടിൽ വന്നാൽ ആ നാട് അനുഗ്രഹമാണ്. യെശയ്യാവ് 28:15 ഞങ്ങൾ മരണത്തോട് സഖ്യതയിലും പാതാളത്തോട് ഉടമ്പതി ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധയെ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞങ്ങൾ ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും. ഒരു ശോധന ചെയ്ത കല്ല്, പ്രവഹിക്കുന്ന ബാധയെ ചെറുക്കുവാൻ ശോധന ചെയ്ത കല്ല്, മിനുക്കിയ കല്ല്. ശോധന ചെയ്ത കല്ല്. യേശുവിന് നിന്നെ ശോധന ചെയ്യാൻ കഴിയും, യേശുവിന് നിന്നെ മിനുക്കാൻ കഴിയും, യേശുവിന് നിന്നെ പുതിയതാക്കാൻ കഴിയും. ആ ക്രിസ്തുവിന് നിങ്ങളുടെ സകല പ്രവഹിക്കുന്ന ബാധകളെ മാറ്റുവാൻ ഒരു മൂലക്കല്ലായി നിന്റെ കൂടെ ഇരിക്കുവാൻ കഴിയും. നിന്റെ ഭവനത്തിൻ്റെ മൂലക്കല്ല്, നിന്റെ കുടുംബത്തിൻ്റെ മൂലക്കല്ല് അത് യേശുവത്രേ.